തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ തീക്കനൽ തീക്കനൽ. ഓഗസ്റ്റ് 7 വ്യാഴാഴ്ച. എന്നെങ്കിലും അത് സംഭവിക്കും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു വാഗ്ദത്തം നിൻ്റെ മേലുണ്ടെങ്കിൽ എന്നെങ്കിലും അത് സംഭവിച്ചിരിക്കും. നൂറ്റാണ്ടുകളിലൂടെയാണ് വാഗ്ദത്തം സംഭവിക്കുന്നത്. അനുഗ്രഹങ്ങൾ നൂറ്റാണ്ടുകളിലൂടെയാണ്. പലപ്പോഴും നമ്മൾക്കത് മനസ്സിലാകുകയില്ല. ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അങ്ങനെ സംഭവിക്കുന്നതൊന്നും മനസ്സിലാകുകയില്ല. സംഭവിക്കുന്നതിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു പ്ലാനുണ്ട്. അതുകൊണ്ട് യശയാപ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ യശയാപ്രവാചകൻ പ്രവചിച്ച ഒരു പ്രവചനമുണ്ട്. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനപ്രഭു, അവൻ യേശു എന്ന് പേർ വിളിക്കും. ആ വലിയ വാഗ്ദത്തം എത്ര നാളുകൾ കഴിഞ്ഞാണ് നമ്മുടെ. അവിടെ ഒരു ജോസഫ് ഉണ്ടായി, അവിടെ ഒരു വിശുദ്ധ കന്യാമറിയമുണ്ടായി. ഇനി ഇവരെന്തെല്ലാം കഷ്ടപ്പെട്ടിൽ വലിച്ചെറിഞ്ഞത് തന്നെ ഇതിനെ. തക്ക സമയത്ത് ദൂതൻ എന്ന് പറഞ്ഞ് പറയുന്നത് കേൾക്കാനും അനുസരിക്കാനും നീ തയ്യാറാകണം. ചുമ്മാതൊന്നും കൈ കിട്ടുകയില്ല. അങ്ങനെ ആരും ആഗ്രഹിക്കുകയും വേണ്ട. അങ്ങനെ കൈ കിട്ടിയിട്ടുള്ളത് ശരിയായിട്ടുമില്ല. ചുമ്മാത് കിട്ടിയത് ശരിയായിട്ടില്ല, കളിപ്പിച്ചെടുത്തത് ശരിയായിട്ടില്ല, കഷ്ടപ്പെടാതെ തലമുറകൾ തന്നിരിക്കുന്നത് ശരിയായിട്ടില്ല. നിനക്കതിനെ കൊണ്ടുപോകാൻ സാധിക്കണം. നിൻ്റെ മാതാപിതാക്കൾ നിനക്ക് തന്നിട്ടുള്ളതിൻ്റെ ഏറ്റവും റീഫോം മോഡലിൽ നീ ചെയ്യാൻ സാധിക്കണം. അതിനുള്ള ഒരു ആവേശം നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ വാഗ്ദത്തം അവിടെ കിടക്കുന്നതാണ്. ആ വാഗ്ദത്തത്തിൽ മുൻപോട്ട് പോകണം. ഒരു മനുഷ്യൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഒരു 35-ാം വയസ്സിൽ അറിയാം എവിടെ ചെന്നെത്തും. അതുമുതൽ അടുത്തൊരു സെക്ഷൻ ജീവിതം ആരംഭിക്കുക. ഒരു 50 വയസ്സ് വരെ മറ്റൊന്നാണ്, പിന്നെ ഒരു 60 വയസ്സ് വരെ മറ്റൊന്നാണ്, പിന്നെ ഒരു 75 വയസ്സ് വരെ വേറൊന്നാണ്, പിന്നെ അതിന് ശേഷമുള്ളത് മറ്റൊന്നാണ്, 80 കഴിഞ്ഞാൽ മറ്റൊരു ജീവിതമാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമല്ലേ? ഇതിലെല്ലാം ദൈവത്തിൻ്റെ വാഗ്ദത്തം എൻ്റെ പുറകിലുണ്ട്. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഇല്ലാതല്ല, അതിനെ തരണം ചെയ്ത് മുന്നോട്ട് കയറണം. അതിന് ദൈവഭക്തിയും ദൈവകൃപയും ദൈവികമായിട്ടുള്ള അനുഭവവും സത്യസന്ധതയും കഠിനാധ്വാനവും വിനയവും വിശുദ്ധിയും ദൈവകൃപയും ആരോഗ്യവും ഒക്കെ വന്ന് മറ്റുള്ളവർക്ക് വേണ്ടി നിൽക്കാൻ സാധിക്കുന്ന ഒരു വലിയ അനുഭവം വേണം. അവിടെയാണ് ദൈവം നിന്നെ ഉയർത്തുന്നത്. അവിടെയാണ് ആ വാഗ്ദത്തം ഉള്ളത്. അതുകൊണ്ട് ഭാരപ്പെടണ്ട. എന്നെങ്കിലും സംഭവിച്ചിരിക്കും കേട്ടോ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഭാരപ്പെട്ടിരിക്കുന്നവർക്ക്, സങ്കടപ്പെട്ടിരിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിൽ അത്ഭുതകരമായിട്ട് ഈ കാര്യങ്ങളുടെ മേൽ നിവൃത്തി കൊടുക്കണം. അവരോട് സംസാരിച്ചുള്ള വിഷയത്തിന് മേൽ നിവൃത്തി കൊടുക്കണം. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികളുടെ വക്കീലുമാർ, ലോകമ്പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, കുഞ്ഞുങ്ങൾ, ഭാവിയോർത്ത് ഭാരപ്പെടുന്നവർ, തകർന്ന ജീവിതത്തിലിരിക്കുന്നവർ, കോവിഷായിരിക്കുന്നവർ, ഒന്നും നടക്കില്ലെന്ന് വിചാരിക്കുന്നവർ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എല്ലാപ്പെട്ട കുടുംബങ്ങളെ നവീകരിച്ചെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് സ്വയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകൾ കഴിയുന്നവർ, ബെഡിനായിട്ടുള്ളവർ, റിസർവ് ജീവിതം നയിക്കുന്നവർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, പരിശുദ്ധാത്മാവ് എല്ലാവരോടും മേലും വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. സത്യസന്ധമായി എല്ലാവരും ജോലി ചെയ്യുവാൻ, കഷ്ടതയോടെ ജോലി ചെയ്യുവാൻ, കബളിപ്പിക്കൽ കാണിക്കാതെ, ആരും കാണുന്നില്ലെന്നറിയാതെ ഇരിക്കുമ്പോൾ കാണിക്കുന്നതായിട്ടുള്ള ഉദാസീനതയൊക്കെ മാറി കർത്താവ് പരിശുദ്ധാത്മാവിൽ ശക്തമായി ചെയ്ത് ആരെയും കാണിക്കാനോ ആരെയും ബോധിപ്പിക്കാനോ ചെയ്യാതെ ദൈവം ഏൽപ്പിച്ച ദൗത്യമായി ചെയ്ത് നിന്റെ മക്കൾ മുൻപോട്ട് നീങ്ങി നിന്റെ മക്കൾ വിജയം കണ്ടെത്തുവാൻ സഹായിക്കണം.
യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലസ് യു.